പക്ഷി സമ്പത്ത് പരിരക്ഷിക്കണം എന്നുള്ള വാദം അഴകുള്ളതൊക്കെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ദുർവികാര ജീവിയുടെ നിവേദനമല്ല. ഈ ഭൂമി, അതിലടങ്ങുന്ന എല്ലാ വസ്തുക്കളോടും കൂടി നമ്മുടെ വീടാകുന്നു എന്നത്രേ ഈ വാദത്തിന്റെ പൊരുൾ. അകലെ നീലാകാശത്തു പറക്കുന്ന പക്ഷികളെ കൗതുകത്തോടും അത്ഭുതത്തോടും എക്കാലത്തും നിരീക്ഷിച്ചിരുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു നമുക്ക്. ഇന്ദുചൂടൻ എന്ന പേരിൽ പ്രശസ്തനായ പ്രൊഫസർ നീലകണ്ഠന്റേതാണ് ഈ വാക്കുകൾ. കേരളത്തിലെ പക്ഷികളെയും അതിലൂടെ പ്രകൃതിയെയും പരിചയപ്പെടുത്തിയ മലയാളത്തിന്റെ സലിം അലി. പാലക്കാട് ജില്ലയിലെ കാവശ്ശേരിയിലെ സ്വന്തം വീട്ടുമുറ്റത്തെ മരക്കൊമ്പിലും പച്ചപ്പടർപ്പിലും വിരുന്നു വന്ന കിളികളോട് സ്വൈരസംവാദം നടത്തിയിരുന്ന ഇന്ദുചൂടനെ അധികമാരും ശ്രദ്ധിച്ചില്ല. വർണ്ണാഭമായ തൂവലുകളും കിളിമൊഴികളും ഇന്ദുചൂടനെ മറ്റേതോ വിസ്മയ ലോകത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപറ്റം പക്ഷി നിരീക്ഷകരെ ശിഷ്യരായി അദ്ദേഹത്തിന് ലഭിച്ചു. അവരെയും കൂട്ടി നമ്മുടെ പക്ഷി സമ്പത്ത് കണ്ടും കേട്ടും വരച്ചും കുറിപ്പുകൾ തയ്യാറാക്കി. ചിട്ടയായ വിശദാംശങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ അവയ്ക്ക് ശാസ്ത്രീയത കൈവന്നു. That was the Shravan, the most delightful of our songbirds. But the song that you heard is only in bits and pieces. പ്രകൃതിയിലേക്ക് തുറന്നിട്ട ഒരു കിളിവാതിലായിരുന്നു ഇന്ദുചൂടന് പക്ഷി നിരീക്ഷണം. അദ്ദേഹം പറഞ്ഞു, പ്രകൃതി വസ്തുക്കൾക്ക് മാത്രമേ നിത്യനൂതനത്വം എന്ന ഗുണമുണ്ടായിരിക്കുകയുള്ളൂ. മുല്ലമലരിന്റെ തൂമണവും അന്തിമാനത്തിന്റെ തുടിപ്പും തിരമാലകളുടെ അനർഗളതയും പൂമ്പാറ്റയുടെ ചിറകിലെ വർണ്ണരേണുക്കളും പക്ഷികളുടെ പറക്കലും പ്രകൃതിയിലെ എണ്ണമറ്റ മറ്റത്ഭുതങ്ങളും മനുഷ്യനുള്ള കാലത്തോളം അവനിൽ വിസ്മയമുണർത്തും എന്നുള്ളതിന് സംശയമില്ല. ഇവയൊന്നുമില്ലാത്ത ലോകത്തിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യൻ ആത്മാവില്ലാത്ത വെറും യന്ത്രമായിരിക്കും.